ഇത് ആര് കൊണ്ടുവന്നതാ? അമ്മേ, ഇത് സച്ചങ്ങൾ ആരതി ആന്റിയും കൂടെ കൊണ്ടുവന്നതാ. താനത് എവിടെ പോന്നു? എനിക്കൊന്ന് അമ്പലം വരെ പോണം. ആ, താൻ ആള് കൊള്ളാലോ. നേരത്തെ പറഞ്ഞത് ഞാനോട് വരുമായിരുന്നല്ലോ. അത് പിന്നെ ഗൂഗിളിന്റെ തിരക്ക് എനിക്ക് അറിഞ്ഞൂടെ. ഓഫീസിൽ പോകാനുള്ള ആളെ ഞാൻ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ, അതുകൊണ്ടാ പറയാതിരുന്നേ. ഇന്ന് ഞാൻ കോടതിയിൽ പോകുന്നില്ല. വേറെ 1-2 മീറ്റിങ്ങുകൾ, അത് മാത്രം. താനൊരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാമെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ റെഡിയായി ഇറങ്ങാം. അയ്യോ ഗൂഗിൾ, ഇനി ലേറ്റായ രാവിലത്തെ പൂജ കഴിയും. ഞാനൊരു ഓട്ടോ പിടിച്ച് പോയിട്ട് പെട്ടെന്ന് തന്നെ വരാം. എടോ, ഒരു 5 മിനിറ്റ് മതി. സോറി ഗൂഗിൾ, ഇപ്പൊ തന്നെ ലേറ്റായി. ചെല്ലുമ്പോ നട അടയ്ക്കാതിരുന്ന ഭാഗ്യം. നമുക്കൊരുമിച്ച് വേറൊരു ദിവസം പോവാം. ആ, എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. താൻ പോയിട്ട് വാ. ശരി. സമൃദ്ധ അമ്പലത്തിൽ പോയതാണോ? ആ, അതെ. രാജീവ് ജോഗിങ്ങിന് പോവാണ്. ആ, ഒരുപാട് വെട്ടും കുത്തും കിട്ടിയല്ലിയാ. ഈ തടി സെറ്റാക്കണ്ടേ? എക്സസൈസും ജോഗിങ് ഒക്കെ പഴയതുപോലെ തുടങ്ങണം. അളിയന് ഈയിടെയായിട്ട് നല്ല തടി കൂടുന്നുണ്ട്. എന്റെ കൂടെ പോരണേ പോരെ? ഇല്ല, രാജീവ് ചെല്ലേ. ആ രാജീവേട്ടാ, ചായ കുടിച്ചിട്ട് പോവാം. ചായ വന്നിട്ട് കുടിക്കാം. ഞാൻ ഇറങ്ങാ. ഇപ്പൊ തന്നെ പോയില്ലെങ്കിൽ ശരിയാവൂല. ശരിയല്ലേ? ആ. സമൃദ്ധ അമ്പലത്തിൽ പോകാൻ ഇറങ്ങിയ സമയത്ത് തന്നെയാണല്ലോ രാജീവേട്ടന് ഇറങ്ങുന്നത്. ഇനി ഇവര് രണ്ടുപേരും കൂടി ഒത്തുകൊണ്ടുള്ള യാത്രയാണോ ഇത്? ഇയാളുടെ ജോഗിങ്ങും അവളുടെ അമ്പലത്തിൽ പോക്കും കണ്ടുപിടിച്ചോളാം ഞാൻ. നീ വല്ലാതെ മാറിയിരിക്കുന്നു. ഇങ്ങനെയുള്ള സാഹചര്യത്തില് ആരായിട്ടാ മാറിപ്പോവാത്തെ?